കാടും മഞ്ഞും വന്യമൃഗങ്ങളും ചീവീടിൻ്റെ ശബ്ദവും ഒക്കെ കൂടെ ചുറ്റപ്പെട്ട ഒരു റിസോർട്ടിനകത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ താമസിച്ചത്. അപ്പോൾ അങ്ങനെ ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമേറിയ ഒറ്റയ്ക്കുള്ള ഡ്രൈവിന് ശേഷം ഞാനിവിടെ എത്തി. ഏലക്കായ കൊണ്ടുണ്ടാക്കിയ ഒരു മാലയൊക്കെ ഇട്ട് വെൽക്കമിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു, എന്നാൽ പിന്നെ നേരെ നമുക്ക് റൂമിലേക്ക് പോയിക്കൂടെ സാറേ എന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ അവർ വണ്ടി കയറി പോകുന്ന വഴിക്ക് അവർ ചോദിച്ചു, എന്നാൽ പിന്നെ റെസ്റ്റോറൻറ്റ് പോയിട്ട് പോകണമെന്ന്. ഞാൻ പറഞ്ഞാൽ പിന്നെ അതാ നല്ലതെന്ന്. അങ്ങനെ നേരെ വണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വിട്ട്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നല്ല വിശപ്പുണ്ടേനെ. ഇവിടെ എത്തിയപാട് മെനു നോക്കിയിട്ട് ലഞ്ചിന് ഇവിടെ സെർവ് ചെയ്യുന്ന എല്ലാ സ്പെഷ്യൽ ഐറ്റംസും ഒറ്റയടിക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യം മുന്നിലോട്ട് എത്തിയത് സാലഡാണ്. ആ സാലഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ആയിട്ടായ ഈ സീ ഫുഡ് സൂപ്പ് എത്തി. ഇതിൻ്റെ കൂടെ 2 ബ്രെഡെല്ലാം ഉണ്ടായിരുന്നു. സീ ഫുഡ് സൂപ്പ് വലിയ കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ അകത്ത് സീ ഫുഡിൻ്റെ ഫ്ലേവറിനേക്കാളും ടൊമാറ്റോ പ്യൂറിൻ്റെ ഒരു ഫ്ലേവറാണ് കുറച്ചും കൂടി ഒരു മുന്നിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. പുറത്താങ്കിൽ ചെറുതായിട്ടൊരു മഴയെല്ലാമായിട്ട് ഏകദേശം ഒരു സൂപ്പർ ഹോളിക് ക്ലൈമറ്റ് എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. അപ്പം അങ്ങനെ ആ സൂപ്പ് ഒരു 3/4 ഭാഗം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും മെയിൻ കോഴ്സ് ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് എത്തിയേ. രാവിലെ മുതൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇനി അതുകൊണ്ടെല്ലാം ആണെന്ന് തോന്നുന്നു വയറിനെല്ലാം ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ടേനു. അപ്പോൾ അങ്ങനെ മെയിൻ കോഴ്സ് ഐറ്റംസ് എത്തിയാലോ ഞാൻ ആദ്യം കഴിച്ചു തുടങ്ങിയത് ഈ ട്രിപ്പിൾ ഫ്രൈഡ് റൈസാണ്. ഇതിൻ്റെ അകത്ത് നോൺ വെജ് ഐറ്റംസ് ആയിട്ട് ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ എഗ്ഗും ഉണ്ട്. ഇനിയിപ്പോൾ എഗ്ഗ് നോൺ വെജ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മന്നിച്ചിടുമ്പോൾ തന്നെ ഇനിയൊരു വിവാദമാക്കേണ്ടത്. ഭയങ്കരമായിട്ട് വിശന്നിട്ട് കഴിച്ചുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കൻ അല്ല ആ ട്രിപ്പിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസിന് ശേഷം പിന്നെ കഴിച്ചത് ഈ ഇടിച്ച ബീഫ് അഥവാ ഈ ബീഫ് ഇടിച്ചത് എന്ന് പറഞ്ഞ ഈ ഐറ്റമാണ്. ചെറുതായിട്ടൊരു ഒരു ഒരു ക്രഞ്ചി എല്ലാം ആയിട്ട് ആ ബീഫിൻ്റെ നെയ്യിൻ്റെ ഫ്ലേവറും പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു ചെറിയ കുത്തലും കുറച്ച് എരിവെല്ലായിട്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ബീഫ് ഇടിച്ചത് നമ്മൾ ആ ട്രിപ്പിൾ ഫ്രൈഡ് റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ടും കഴിച്ചു നോക്കി. പിന്നെ ആ ഫ്രൈഡ് റൈസും ബീഫെല്ലാം കഴിച്ചിട്ട് വയറ് ഫുള്ളായിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വയറൊന്നും ഫുള്ളായിട്ടില്ല, ഇഷ്ടംപോലെ സ്ഥലം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഐറ്റം കഴിച്ചതാണ് ഈ തവ ഫ്രൈഡ് പ്രോൺസ്. ഇത് ഫ്രഷ് ചെമ്മീനൊന്നുമല്ല, ഫ്രോസൺ ചെമ്മീനാണ്. പക്ഷേ തീരെ ചെറുതൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല നല്ല സൈസുള്ള പ്രോൺസായത്. ഇതിനേടി ഒരു മസാലേൻ്റെ പച്ചക്കുത്തലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു ഫ്രോസൺ ചെമ്മീൻ എത്രത്തോളം അതിമനോഹരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ശേഷം പിന്നെ കഴിച്ചതാണ് ഒരു ആവോലി പൊരിച്ചത്. സാധാരണ ഇതൊരു ആവോലി പൊരിച്ചതാണെങ്കിലും കുറച്ച് ഭയങ്കരമായ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആവോലി ഫ്രൈ ചെയ്ത ശേഷം അതിന് ചുറ്റും കുറച്ച് ഫ്ലേവർഫുള്ളായിട്ടുള്ള തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ടുള്ള ഒരു ഐറ്റം. ആവോലിയിൽ നിന്നൊരു പീസ് ഇങ്ങോട്ട് എടുക്കണം, എന്നിട്ട് ഇതാ ഈ തേങ്ങാപ്പാലിൽ നല്ലോണം മുക്കിയിട്ട് വേണം കഴിക്കാൻ. ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ, ആ ഫ്ലേവറിൽ അടിപൊളിയായിരുന്നു. പിന്നെ ആവോലിയും മറ്റേ ഫ്രഷ് ആയിട്ടുള്ള ആവോലിയല്ല, ഫ്രോസൺ ആവോലി തന്നെയാണ്. അത് മാത്രമായിരുന്നു ചെറിയൊരു കുഴപ്പം, അതർവൈസ് ഇറ്റ് വാസ് ടു ഗുഡ്. പിന്നെ ലേശം ബസ്മതി റൈസ് ഞാൻ പറഞ്ഞിരുന്നു, പ്ലെയിൻ ബസ്മതി റൈസ്. അപ്പോൾ അതും ആ ആവോലി തേങ്ങാപ്പാൽ ഫ്രൈയും പിന്നെ കുറച്ച് പനീർ മട്ടറും പറഞ്ഞിരുന്നു. അപ്പോൾ നോൺ വെജ് ഐറ്റംസ് കുറേ നിൽക്കാണ്ട് കഴിച്ചല്ലേ, ലേശോ വെജ് കൂടെ കഴിച്ചാളയാന്ന് വിചാരിച്ച് അങ്ങനെ ആ ബസ്മതി റൈസും പനീർ മട്ടർ ഗ്രേവിയെല്ലാം കുഴച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആ ആവോലി പൊരിച്ചെല്ലാം വെച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേ നിന്നേ. പിന്നെ ആ വെജിറ്റേറിയൻ ഗ്രേവീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2-3-4 ഫുൽക്കിയും കൂടെ പറഞ്ഞു. ഇത്രയും നേരം ഞാനിടുന്ന് തുടരെ കഴിച്ചാൽ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ഈ പനീർ മട്ടറായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച്. അപ്പോഴത്തേക്കും മഴേൻ്റെ ശക്തി ലേശം കൂടെ കൂടിയേ. പിന്നെ അവസാനം ഡെസേർട്ടിലേക്ക് കടന്ന് പുഴുങ്ങിയ പഴം വിത്ത് പാലട വിത്ത് സ്ട്രോബെറി ഐസ്ക്രീം. അതാണ് ഞാൻ ഓർഡർ ചെയ്ത ഡെസേർട്ട്. ഈ സ്ട്രോബെറി ഐസ്ക്രീം ഞാൻ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണ്. മറ്റേ പഴം വിത്ത് പാലട ഇവിടെ ഉള്ള റൈറ്റാണ്. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടി അവസാനിപ്പിച്ച്. ഇങ്ങളാങ്കന്നാജി അപ്പാടന്നെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം കിടക്കൂലേ അല്ലേ? പക്ഷേ ഞാൻ ഇങ്ങളെപ്പോലെ അലസനോ മടിയനോ ഒന്നുമല്ല. ഞാൻ ചെയ്തത് റിസോർട്ടിൻ്റെ മേലെ മുതൽ ഇങ്ങ് താഴെ വരെ ഒരുക്കി ഇറങ്ങി, പിന്നെയും കയറി, പിന്നെ ഇറങ്ങി, പിന്നെയും കയറി, പിന്നെ ഇറങ്ങി, പിന്നെയും കയറി, പിന്നെ ഇറങ്ങി, പിന്നെയും കയറി, അങ്ങനെ 4 ഓട്ടം ഇറങ്ങുകയും കയറുകയും ചെയ്യും. കണ്ട, ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഇനിയും നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പഠിക്കാനുണ്ട്. വേണ്ടെങ്കിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. തിന്നപാട് അങ്ങനെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പാടില്ല കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ള നടത്തം വളരെ അനിവാര്യമാണ്, വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഹെവി ആയിട്ടുള്ള നടത്തമൊന്നും വേണ്ടേ. പിന്നെ ഞാൻ നടക്കുന്നത് ഇത് വേഗം ദഹിച്ചിട്ട് വേണം എനിക്ക് വൈകുന്നേരം പോയിട്ട് ചായ കുടിക്കാനും പിന്നെ രാത്രിയത്തെ ഫുഡ് അടിക്കാനല്ലോ. അങ്ങനെ ഏകദേശം എൻ്റെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറത്തെ ഒരു നടത്തം കഴിഞ്ഞ ശേഷം നേരെ റൂമിലോട്ട് പോയേ. റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇവിടുത്തെ റൂം കേട്ടോ. ഒരു ബേസിക് ആയിട്ടുള്ള റൂമാണ്, അത്യാവശ്യം നീറ്റാണ്. പിന്നെ ബാത്റൂമെല്ലാം നല്ല നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ, അല്ല ഇപ്പം പറയണം?
കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം റൂമിൽ പോയി ഒന്ന് കിടന്നുറങ്ങി. ഒരു മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് സമയം ഒരു 5 മണിയായിട്ടുണ്ടാവും. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ഒരു ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ഉണ്ട്. ഒരു മണിക്കൂറത്തേക്ക് ഓണാവുന്ന ഒരു തട്ടുകട സെറ്റപ്പ്. ആടെ വന്നിട്ട് ആടുന്ന് ഒരു വിത്തൗട്ട് കാപ്പിയും പറഞ്ഞ ആ ചങ്ങായിനോട്, പിന്നെ ചങ്ങായി സ്പെഷ്യലായിട്ട് ആക്കുന്ന ഒരു പക്കുവടയും പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിച്ച് തൊട്ടിപ്പുറത്തുനിന്ന് കുറച്ച് ഗെയിംസ് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ താല്പര്യം കംപ്ലീറ്റ് നടത്തത്തിനോടാണ്. ഞാൻ ഈ ലൂട്ടിയെല്ലാം വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന കണ്ടിട്ട് കപ്പിൾസായിട്ട് വന്നവരും പിന്നെ ഫാമിലി ആയിട്ട് വന്ന ചില ആളുകളെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടേനും കേട്ടാ. ഇവനേതാണ് വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും വരുമോ റിസോർട്ടിൽ ഇങ്ങനെ നടന്ന് കളിക്കുന്നു എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു ആ നോട്ടം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച് നമുക്കല്ലേ അറിയൂ ഇത്. അങ്ങനെ താഴെ ആ കാർ പാർക്കിങ്ങിൽ പോയിട്ട് എൻ്റെ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്താണ് ലൈറ്റ് ഉള്ളത്, നമുക്ക് ഫുഡിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ആ ലൈറ്റും എടുത്തിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇപ്പോൾ സമയം ഒരു 7:45 ആയിട്ടുണ്ടാവും. 7:45, 7:30 ആ ഒരു സമയമായിട്ടുണ്ടാവും. രാത്രി എനിക്ക് കഴിക്കാനുള്ള ഫുഡ് ഉച്ചയ്ക്ക് ഞാനിവിടെ പോയിട്ട് കഴിക്കുന്ന സമയത്തെ മെനു നോക്കിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഷെഫിനോട് നേരത്തെ വിളിച്ച് പറഞ്ഞു ഞാനൊരു 7:45 എല്ലാം ആകുമ്പോൾ വരും, അപ്പോഴത്തേക്ക് റെഡി ആവൂലേ എന്നുള്ള രീതി ചോദിച്ചിട്ട് ഷെഫ് പറഞ്ഞു ഓക്കെ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് റെഡിയായ പാടെ എന്നെ വിളിച്ച് പറഞ്ഞു. അന്നേരമാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഷെഫ് സജസ്റ്റ് ചെയ്ത റൈറ്റാണ് ഇതാ ഈ കാണുന്നത്. ഇത് കിഴിപ്പൊറോട്ടയല്ല, ഇതാണ് കിഴിക്കുത്ത് പൊറോട്ട. അതായത് കുത്ത് പൊറോട്ടേനെ കിഴിപ്പൊറോട്ടേൻ്റെ രൂപത്തിലേക്ക് മാറ്റിയതാണ്. അത് കഴിച്ചിട്ടാണ് ഞാൻ ഈ സാലഡ് കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ സാലഡ് ആദ്യമാണ് കഴിക്കേണ്ടത്. പിന്നെ പോട്ടെ, അല്ല ഒരു വയറിലേക്ക് തന്നെയല്ലേ പോകുന്നു. അങ്ങനെ അത് രണ്ടും കഴിച്ച് എന്നിട്ട് ഞാൻ കഴിച്ചതാണ് ഈ കാന്താരി ചിക്കൻ. അങ്ങനെ കഴിച്ചാൽ എരിഞ്ഞു തുള്ളുന്ന അങ്ങനത്തെ കാന്താരിൻ്റെ ഫ്ലേവറൊന്നുമില്ല, ഒരു മൈൽഡ് ഫ്ലേവറാണ്. പിന്നെ ചൂട് ലേശം കുറവേനും ഉപ്പും കുറച്ച് കൂടുതലേനും. ഈ ഐറ്റത്തിൻ്റെ ശരിക്കും പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. സാധനം പനീറാണ്, അതിൻ്റെ പുറത്തൊരു ക്രിസ്പി കോട്ടിങ്ങലുണ്ട്. ഒരു സ്റ്റാർട്ടറായിട്ട് പറയാം കേട്ടോ. കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഉച്ചയ്ക്ക് കഴിച്ച ഫുൽക്ക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് രാത്രി ഞാനൊരു 2-3-4 ഫുൽക്ക ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫും ഉണ്ട് മട്ടനും ഉണ്ട് കേട്ടോ. ബീഫ് തേങ്ങാക്കൊത്ത് ഫ്രൈ ആണ്. പിന്നെ ഒരു വെജിറ്റേറിയൻ ഐറ്റം ഉണ്ട്, പനീറാണ്, പനീർ കടായിയാണ്. പിന്നെ മറ്റേ കാന്താരി ചിക്കൻ ഉണ്ടല്ലോ, അതും എല്ലാം ലേശം ലേശം ഫുൽക്കേൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച്, എന്നിട്ട് ആ ചൂട് ഫുൽക്കേൻ്റെ അറ്റത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ഇതാ ഈ ബീഫില്ലേ, ബീഫ് ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചാൽ ഭയങ്കര സോഫ്റ്റ് ബീഫൊന്നുമല്ല, പക്ഷേ ഫ്ലേവർ സെറ്റാണ്. പിന്നെ കഴിച്ചത് ഈ മട്ടൺ നല്ല സൂപ്പർ സോഫ്റ്റാണ്. ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ 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 ഇളകി ഇളകി പോകുന്ന പോലത്തെ ഒരു മട്ടൻ കട്ട. फुल्का के एक छोटा पीस ऐसा पकड़ो और मटन के साथ ऐसा 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 ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മട്ടൺ അങ്ങോട്ട് ഞെക്കി ആ ഫുൽക്കേൻ്റെ കൂടെ ചേർത്തിട്ട് ഏസാ കായ. ഉഫ്, എൻ്റെ അമ്മോ, സെറ്റ് സാധനം കേട്ടോ. മട്ടൺ ഒരു രക്ഷയില്ല. പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് ഉച്ചയ്ക്ക് ഇടുന്ന പനീർ മട്ടർ കഴിച്ചാൽ എനിക്ക് ബോധ്യപ്പെട്ടിന് അത്ര തന്നെ ടേസ്റ്റ് തന്നെ രാത്രി കഴിച്ച ആ പനീർ കടായി. ബീഫ് ഞാനെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇനി എന്താവോ എന്തോ, നാളെ രാവിലത്തെ കാര്യമല്ല, അല്ലെങ്കിലേ കാര്യങ്ങളെല്ലാം ടൈറ്റാണ്. പിന്നെ കഴിച്ചെല്ലാം ഒന്ന് ദഹിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാത്രി ഞാനൊരു പോർഷൻ ബസ്മതി റൈസും പറഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് കുറച്ച് ദാൽ തടുക്കി. അങ്ങനെ ആ ചൂട് ദാൽ തടുക്ക റൈസിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കഴിച്ചേ എന്തൊരാശ്വാസമാണെന്നറിയാം. പിന്നെ ആ ബീഫ് തേങ്ങാക്കൊത്ത് ഫ്രൈ നമ്മളെ ആ ദാൽ തടുക്കയെല്ലാം കൂട്ടി കുഴച്ച റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ച്. ഉഫ്, എൻ്റെ അമ്മോ, സെറ്റ്. ഇനി കഴിച്ചല്ലോ ഒന്ന് തണുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയ കപ്പിൽ നല്ല തണുത്ത തൈരും പറഞ്ഞു. എന്നിട്ട് ആ തൈരും ദാലും പനീറും എല്ലാം കൂടി ആ ചൂട് ചോറിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് കഴിച്ച്. എൻ്റെ അമ്മോ, എന്തൊരാശ്വാസമെന്നറിയാം. ഇനി അവസാനം ലേശം മധുരം കഴിക്കാം അല്ലേ. ഇത് ഷെഫ് സജസ്റ്റ് ചെയ്ത റൈറ്റാണ്, ഇവിടുത്തെ ഒരു സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. കുറേ പൊരിച്ച സാധനങ്ങൾ നമ്മൾ ഇതിനു മുമ്പേ കേട്ടിട്ടില്ലേ അല്ലേ. പഴം പൊരിച്ചത്, മീൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്, ഐസ്ക്രീം പൊരിച്ചത്. ഇതാണ് പാല് പൊരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനം കേൾക്കുന്നതും കഴിക്കുന്നതും. ഇത് കഴിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ടൈപ്പ് ടേസ്റ്റ് ആയിരുന്നില്ല കേട്ടോ ഇതിന്. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി ഒരു ആ പാലിങ്ങനെ കുറുക്കി എടുത്തിട്ട് അത് പൊരിച്ച പോലത്തെ ഒരു ടൈപ്പായിരിക്കും. അങ്ങനത്തെ അല്ല, കുറച്ചൊരു ജെല്ലി ടൈപ്പാണ്. കുഴപ്പമില്ല. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഗ്ലാസ് നല്ല തണുത്ത ബത്തക്ക ജ്യൂസ് മധുരമൊന്നും ഇടാണ്ട് കുടിച്ച് പിന്നെ ഞാൻ എൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഒരു 3/4 മണിക്കൂർ നേരം കംപ്ലീറ്റ് ഇങ്ങനെ റിസോർട്ട് ചുറ്റുമൊന്ന് നടന്നു കേട്ടോ. അന്നേരം താഴേന്നെല്ലാം കുറേ ആളുകൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നില്ല. ഇവരൊന്നും ഭക്ഷണം പോലും കഴിച്ചില്ല. ഡി ജെ അല്ല, ക്യാമ്പ് ഫയർ പോലത്തെ പരിപാടിയെല്ലാം ഉണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് ഒരു 10:30 പോയി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. രാവിലെ എണീച്ചിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനില്ല. അങ്ങനെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ അലാം വെച്ച് എഴുന്നേറ്റിട്ട് ഒരു 8:20 പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് അങ്ങോട്ട് പിടിച്ച്
പോകുന്ന വഴിക്കെല്ലാം അവിടുന്ന് കപ്പിൾസും ഫാമിലി എല്ലാം ചെറുങ്ങനെ ചെറുങ്ങനെ ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. ഞമ്മക്കെന്ത് ഫോട്ടോ വന്നിനി, അല്ലെങ്കിൽ തന്നെ നമ്മളെ ഫോട്ടോ എല്ലാം ആരെടുത്ത് തരാനാ. നമ്മളെ ഫോട്ടോ എടുപ്പല്ലിതാ ഇതെല്ലാം തന്നെയല്ലേ. അങ്ങനെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് പോയി ആടെ എന്തെല്ലാം ഉള്ളതെന്നെല്ലാം നോക്കിയേ. ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്, പിന്നെ പൂരി ഉണ്ട്, പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ട്, അപ്പുറം കണ്ട ആ സാമ്പാറുണ്ട്, പിന്നെ പൂരീൻ്റെ കൂടെ കൂട്ടി പിടിക്കാനായിട്ട് ബാജി ഉണ്ട്, പൂരീൻ്റെ തൊട്ട് സൈഡിലായിട്ട് പുട്ടുണ്ട്, പുട്ടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കടലക്കറി ഉണ്ട്, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മറ്റേ സ്റ്റീംഡ് വെജീസ് ഉണ്ട്, അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് കോളിഫ്ലവറിൻ്റെ പറാത്തയുണ്ട്, പിന്നെ സോസേജ് ഉണ്ട്, പിന്നെ സോസേജ് അല്ല സോറി, ഇത് പഴം നിറച്ചാണ്, പഴവും മറ്റേ വെല്ലോ അങ്ങനത്തെ അതിലിട്ടിട്ടാക്കിയിട്ടുള്ള മധുരമുള്ള റേറ്റാണ്. പിന്നെ സോസേജ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ള സാധനം എന്താണെന്ന് ഞാൻ നോക്കിയില്ല, വിട്ടുപോയി. പിന്നെ പുഴുങ്ങിയ മുട്ടയുണ്ട്, കേക്ക് ഉണ്ട്, മഫിൻസ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വെജീസ് ഉണ്ട്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അങ്ങനെ പ്ലേറ്റ് അവിടെ സർവീസിനുണ്ടായിരുന്ന ഒരു കുട്ടീൻ്റെ കൈ കൊടുത്തിട്ട് ഒന്ന് കോരിയിട്ട് വിളമ്പിത്തരാൻ പറഞ്ഞു തന്നാൽ പിന്നെ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാമല്ലോ. അങ്ങനെ സാധനങ്ങളെല്ലാം നിറച്ച പ്ലേറ്റുമായിട്ട് അതിൻ്റെ സൈഡിൽ ഒരു പുഴുങ്ങിയ മുട്ടിയും വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് ലൈറ്റുള്ളൊരു മൂല പോയിട്ട് അടിയിരുന്നത് സ്വിമ്മിങ് പൂളിൻ്റെ തൊട്ട് സൈഡിലായിട്ട്. അഥവാ ഇടുന്നായിട്ട് ആരെങ്കിലും നീരാടുന്നായിട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ട് ലൈറ്റായിട്ട് ഇപ്പുറത്തെ ഫുഡ് കഴിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് തന്നെയാണ് അവിടെ തന്നെ ഇരുന്നത്. ആദ്യം എന്നിട്ട് കഴിച്ചു തുടങ്ങിയത് ഇതാ ഈ ബത്തക്കേൻ്റെ കഷ്ണം, വാട്ടർ മെലോൺ സ്ലൈസ് അത് കഴിച്ച്, പിന്നെ പപ്പായ സ്ലൈസ് അതും കഴിച്ച്, എന്നിട്ട് പതുക്കെ ഫോർക്ക് അങ്ങോട്ട് കുത്തി ഇറക്കിയത് സോസേജിലോട്ടാണ്. സോസേജ് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു വലിയ ഗ്ലാസ് നിറയെ ബീട്രൂട്ട് ജ്യൂസ് അങ്ങോട്ട് പറഞ്ഞു, വിത്തൗട്ട് ബീട്രൂട്ട് ജ്യൂസ്. എന്നിട്ട് പുഴുങ്ങിയ മുട്ട കഴിച്ച്, പുഴുങ്ങിയ മുട്ടേൻ്റെ അടക്കമുള്ള യോക്ക് കഴിച്ചില്ല, അത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ സോസേജിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ ഈ ഒരു കോമ്പിനേഷൻ കൊള്ളാട്ടാ. ഇതിനു മുമ്പ് നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. അങ്ങനെ ആ പ്ലേറ്റ് തീർത്ത ശേഷം വീണ്ടും നെക്സ്റ്റ് പ്ലേറ്റ് ആയിട്ട് ഇറങ്ങി ഒരു ഇഡ്ഡലി എടുത്ത്, ഒരു പറാത്തി എടുത്ത്, ഒരു കഷ്ണം പുട്ടെടുത്ത്, ചട്നി സാമ്പാർ അല്ല 2 ചട്നി എടുത്തിട്ടുണ്ട്, കുറച്ച് കടലക്കറി എടുത്തിട്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. രണ്ടാമത്തെ പ്ലേറ്റിലെ ഐറ്റംസിൽ ഈ പറാത്ത കഴിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഇതിൻ്റെ കൂടെ കൂട്ടി പിടിക്കാനായിട്ട് തൈരും അച്ചാർ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് എടുക്കാൻ മറന്നു പോയി, പിന്നെ ഞാൻ എടുക്കാൻ പോയിട്ടൊന്നുമില്ല. അങ്ങനെ പറാത്ത കഴിച്ച് എന്നിട്ട് പിന്നെ ഇഡ്ഡലിയിലോട്ട് കൈ വെച്ചാൽ ഗീ പൊടി ഇഡ്ഡലി ആക്കിയിട്ടാണ് ഞാൻ എടുത്തത്. അവിടെ തന്നെ ഗീയും പൊടിയും ഉണ്ടായിരുന്നു, അപ്പോൾ അതിട്ടിട്ട് ഗീ പൊടി ഇഡ്ഡലി ആക്കിയിട്ട് എടുത്തത്. എന്നിട്ട് അത് തേങ്ങാ ചട്നിയിലും തക്കാളി ചട്നിയിലും മുക്കിയിട്ട് കഴിച്ചു. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും തക്കാളി ചട്നീൻ്റെ ടേസ്റ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ചെറിയ കഷ്ണം പുട്ടങ്ങോട്ട് പൊടിച്ചിട്ടിട്ട് കുറേ കടലിട്ടിട്ടില്ല കടലക്കറി ഒഴിച്ചിട്ട് കുഴച്ചങ്ങോട്ട് പിടിച്ചതിന് ശേഷം ഒരു കപ്പ് നല്ല ചൂട് വിത്തൗട്ട് ചായ കുടിച്ചിട്ട് ഞാൻ പോയിട്ട് ഒരു സിംഗിൾ ഓംലേറ്റ് ഓർഡർ ചെയ്തു. ഓംലേറ്റ് എന്നിട്ട് നടുവിനെ ഇങ്ങനെ ചിരിച്ച് മുറിച്ചിട്ടാണ് വെച്ച്, ഒരു കഷ്ണം വെറുതെ തിന്നാനും ഒരു കഷ്ണം നല്ല ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ വെച്ച് കഴിക്കാനും. അപ്പം ബ്രെഡിൻ്റെ മേലെ നല്ലോണം ബട്ടറിലാക്കിയിട്ടുണ്ട്, മറ്റേ ബ്രെഡ് ഇങ്ങനെ പൂട്ടി ഇതെങ്ങനെയാണ് പൂട്ടേണ്ടതെന്ന് തിരിയുന്നില്ല ഇങ്ങനെ വെച്ചേക്കാം അല്ലേ. ഇത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ച്. വീറ്റ് ബ്രെഡ് ഉണ്ടായില്ല കേട്ടോ, ബ്രൗൺ ബ്രെഡ് ഉണ്ടായിട്ടില്ല, മൈദ ബ്രെഡേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അതും കഴിച്ച് ബാക്കിയുള്ള ഓംലേറ്റും കഴിച്ച്. അപ്പോഴത്തേക്കും ബുഫേ കൗണ്ടറിൽ അത്യാവശ്യം നല്ല തിരക്കായിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ വേഗം കഴിച്ച് ഇറങ്ങി, ഒരു 3/4 മണിക്കൂർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ വീണ്ടും ഒന്ന് റൂമിലേക്ക് പോയിട്ട് ഒരു തവണ കൂടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് കുറച്ച് നേരം ക്രിക്കറ്റും കണ്ടിരുന്ന ശേഷം വീണ്ടും തിരിച്ചിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. 12:30 ആകുമ്പോൾ എൻ്റെ ചെക്കൗട്ടാണ്. അപ്പോൾ അതിന് മുമ്പേ ഒരു ഐറ്റം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ എന്തോ ഒരു ഐറ്റം ഓഫറിലുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതാണ് ഓർഡർ ചെയ്തത്. ഇതെനിക്ക് ഷെഫ് കോംപ്ലിമെൻ്ററി ആയിട്ട് സ്നേഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു പഴംപൊരി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴംപൊരി. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം കഴിച്ചു, അതാണ് ഈ ബനാന സ്പ്ലിറ്റ്. അതിൻ്റെ മേലെ 3 സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് ഉണ്ട്. ആ 3 സ്കൂപ്പ് ഐസ്ക്രീം ഒരുമിച്ച് കോരിയെടുത്ത് ആ പുഴുങ്ങിയ പഴവും കൂടെ ചേർത്ത് എന്നിട്ട് ലേശം കോൺഫ്ലേക്സും കൂടെ കൂട്ടി പിടിച്ചിട്ട് കഴിച്ച്. അതിന് ശേഷമോ പഴംപൊരി ഐസ്ക്രീമും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു കൗതുകം. അങ്ങനെ പഴംപൊരി എടുത്ത് എന്നിട്ട് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ കൂടെ കൂട്ടി പിടിച്ച് ഭയങ്കര ടേസ്റ്റ് സംഭവം. പിന്നെ ആ ഷെയ്ക്കും അങ്ങോട്ട് കുടിച്ചേ. വെയിറ്റ് എന്തായാലും ഒരു 1.5 കിലോ കൂടിയിട്ടുണ്ടാവും അല്ലേ ഒരൊറ്റ രാത്രി കൊണ്ട്, ഉറപ്പല്ലേ അല്ലേ. ഇതെല്ലാം എങ്ങനെ ഞാൻ കുറക്കുക, ഇറങ്ങി നീന്തിയാലോ. അല്ല കയ്യിൽ നീന്തലും അറിയില്ല, നടന്നിട്ട് കാര്യമില്ലല്ലോ സ്വിമ്മിങ് പൂളിലൂട്ടാ. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും വർക്കൗട്ടായിട്ട് ചെയ്യണം. പിന്നെ തിരിച്ച് വീണ്ടും റൂമിലേക്ക് വന്ന് ബാഗെല്ലാം പാക്ക് ചെയ്യുമ്പോൾ ഈ സാധനം ശ്രദ്ധിച്ചത്. ഇതെല്ലാം ഞാൻ മിസ്സാക്കാണ്ട് എപ്പോൾ എടുക്കലുണ്ട് കേട്ടോ, ഏത് റിസോർട്ടിലോ അല്ലെങ്കിൽ ഏത് ഹോട്ടലിലോ പോയാലും. അങ്ങനെ എല്ലാം ഭാര്യ എടുത്ത്, ആ ഷുഗർ എടുത്തില്ല, ഷുഗർ ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഭാര്യ പെറുക്കി എടുത്തിട്ട് ബാഗിലിട്ടിട്ട് ബാഗുമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. റിസപ്ഷനിലോട്ട് കൊണ്ടുപോകാൻ വണ്ടി വരുമെങ്കിലും ഞാൻ വണ്ടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നടക്കാമെന്ന് തന്നെ വിചാരിച്ച്. അങ്ങനെ കീയെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ റിസപ്ഷനിൽ. ഈ റിസോർട്ടിൻ്റെ പേര് പറയാൻ മറന്നു പോയല്ലേ ഇത്രയും പറഞ്ഞിട്ടു. ഞാൻ പറഞ്ഞുതരാം.
ഇതാണ് വയനാട് മേപ്പാടി മുട്ടിൽ റോഡിലുള്ള ദി ഹൈവ് റിസോർട്ട്. ഇതിൻ്റെ ലൊക്കേഷനെല്ലാം നല്ല കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിൽ ഉണ്ടെങ്കിലും അത് നോക്കിയിട്ട് നിങ്ങൾ പോയാൽ മിക്കവാറും വഴി തെറ്റുന്നതാണ് ഇവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിവിടെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിതാ താഴെ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. അതിൻ്റെ അകത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് ഒരു ലൊക്കേഷൻ നിങ്ങളെ വാട്സാപ്പിലേക്ക് അയച്ചു തരും. അത് വെച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഈസി ആയിട്ട് എത്താം. ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും അറ്റ്മോസ്ഫിയറിൽ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാലും കപ്പിൾസായിട്ട് വന്നു കഴിഞ്ഞാലും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എങ്ങനെ വന്നു കഴിഞ്ഞാലും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ ഫുഡും അടിപൊളിയാണ് കേട്ടോ. വേറെ എന്നാ അപ്പോൾ പറയാനില്ലേ? അപ്പോൾ ശരി.